ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീഷ്മയുടെ വളക്കാപ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ എണീറ്റൊരു ടൈമിൽ തന്നെ അമ്മ എണീറ്റിട്ടുണ്ട് കേട്ടോ. വേറെ ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മറത്തെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിൽ വാതിലൊക്കെ തുറന്നിട്ട് അമ്മ അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഹാളിലാണ് കിടക്കണത്. അമ്മമ്മ വന്ന കാരണം അച്ഛൻ റൂമിലാണ് അമ്മമ്മ കിടക്കണത്. അപ്പം അച്ഛൻ ഹാളിലാണ് കേട്ടോ കിടക്കണത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ശബ്ദമൊക്കെ കേട്ടിട്ട് അച്ഛനെ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിലെ വാതിൽ തുറന്നിട്ട് മുറ്റടിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ബാക്കിൽ കൂടെ വന്നിട്ട് ഞാൻ ഉമ്മറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5:30 5:45 ആകുമ്പോഴത്തേനും നേരെ ഇങ്ങനെ വെളുത്ത് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈയിടെയായിട്ട്. അങ്ങനെ അമ്മ ഇതാ ഉമ്മറത്തെ മുറ്റൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാനത് കഴിഞ്ഞ് വടക്കോർത്തേക്ക് വന്നപ്പോഴത്തേനും അമ്മമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞില്ല, എന്താ നിങ്ങളെന്നെ വിളിക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഫുഡൊക്കെ നമ്മൾ ഏൽപ്പിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ നേരത്തെ നീക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാട്ടോ വിളിക്കാഞ്ഞെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അമ്മമ്മയ്ക്ക് മെല്ലെ നീറ്റാലും മതി, പക്ഷെ ആൾ ഇങ്ങനെ നേരത്തെ നീറ്റ് മുറ്റടിക്കുക, അതേപോലെ തന്നെ അടിച്ചു വരിക, തുടയ്ക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അങ്ങനെ അതാ രാവിലെ എണീറ്റ് വന്ന് പ്രഷറിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് പിന്നെ ആൾ ചെയ്യണ പരിപാടി മുറുക്കലാണ് കേട്ടോ. ആൾക്ക് എന്താ പറയുക, ആളുടെ ഒരു വീക്ക്നെസ് ആട്ടോ ഈ മുറുക്കൽ എന്ന് പറയണത്. അപ്പോൾ അതാ വെറ്റിലയിൽ ഇതാ ചുണ്ണാമ്പൊക്കെ തേച്ച് മുറുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പല്ല് വെക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണ കാരണം കൂടെ അമ്മമ്മ എനിക്ക് മുഖം തീരെ കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഹോളിലേക്ക് വന്നപ്പോൾ അച്ഛൻ എണീറ്റോ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ നല്ല ഉറക്കമാണ്. അച്ഛൻ ഇന്നലെ എന്തോ ഉറക്കം അത്ര ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മ. അപ്പോൾ പിന്നെ മെല്ലെ ഇതാ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്, കാരണം വെളിച്ചം കാര്യങ്ങൾ അടിക്കുമ്പോൾ ഉറക്കം ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂവിടാനുള്ള പൂവൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ തലേ ദിവസം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ പൂവിടാൻ നോക്കാൻ പോവാണ്. പിന്നെ അമ്മമ്മയുടെ പണി ഏറ്റെടുത്തിട്ടുണ്ട്. അകൊക്കെ അടിച്ച് വരാൻ വേണ്ടി ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ച് വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗത പൂവിടാനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇട്ട പൂവ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരി കളയാണല്ലോ ചെയ്യുക, ചൂലുകൊണ്ട് അടിച്ചെടുക്കാറില്ലല്ലോ. അപ്പം മുറ്റമൊക്കെ അമ്മ അടിച്ചൊരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ മുറ്റം കുറച്ച് മോശമാണ് കേട്ടോ, കുണ്ടും കുഴികളൊക്കെ കാണാം. ഇനി നമ്മുടെ വീടിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വേണം നമുക്ക് മുറ്റം പണി ചെയ്യാനിട്ടാ. അപ്പോൾ അങ്ങനെ പൂവൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 100 രൂപയ്ക്ക് പൂവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമൊക്കെ ഓടും കേട്ടോ. 5-6 ദിവസമൊക്കെ ഓടും. അപ്പോൾ നമ്മളിത് അത്തത്തിൻ്റെ അന്ന് ഒറ്റ വാങ്ങിച്ച പൂവായിരുന്നു. പക്ഷെ അത്തത്തിൻ്റെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ പൊട്ടിച്ചിട്ട് തന്നെയാട്ടോ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ പിറ്റേ സെറ്റ് വാങ്ങിച്ച പൂക്കളായിരുന്നു. അപ്പോൾ അത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ചാണകമൊക്കെ മെഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ രീതിക്കൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡിസൈൻ, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ. ഞാൻ അത്ര കലാകാരിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ നൈസായിട്ട് പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വളക്കാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ കുറച്ച് കേട്ടോ, 50 രൂപയ്ക്ക് കിറ്റ് കിട്ടുമല്ലോ, അങ്ങനെ കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പാടെ കൂടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മമ്മ വന്നിട്ട് ചൂലുകൊണ്ട് കോരി എടുക്കുന്നുണ്ട്. അമ്മമ്മയുടെ അടിച്ചു വാരൽ ഹോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനും എൻ്റെ പൂവിടലും ഏകദേശം 3/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫൈനലായിട്ട് നമ്മുടെ ആ ഇതലിനൊക്കെ ഒരു ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആ ഒരു ബുഷിൻ്റെ ഇല ഉണ്ടല്ലോ, ആ ഒരു ഇല ഉപയോഗിച്ചിട്ടൊരു ബോർഡറും കൂടി കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ അതെനിക്ക് നൈസായിട്ട് അവിടെ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂക്കളിടലും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൂക്കളം? കൊള്ളാലേ? ചെറിയ പൂക്കളം തന്നെ കേട്ടോ, അത്ര വലിയ പൂക്കളൊന്നുമല്ല. പിന്നെ നമുക്ക് സമയപരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ഗ്രീഷ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് രാത്രി ഉറക്കം കുറവാണ്, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ അവൾ എണീക്കാറും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ചായ വെച്ചിട്ടുണ്ട്. അവൾ പിന്നെ പല്ലേക്കാനും കുളിക്കാനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മുടെ പൊടിയേരിയുടെ ഉപ്പുമാവില്ലേ, അതായിട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മ അതിലേക്ക് വേണ്ട ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട്. ഞാൻ പിന്നെ ഹാളിൽ വന്നിട്ട് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയി, അലങ്കോലൊന്നും ആയിട്ടില്ലല്ലോ നോക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും അലങ്കോലമായിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹോളിലേക്ക് വന്നതാണേ. പിന്നെ അതാ ഒരു തുണി നനച്ചിട്ട് ഞാൻ ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹവും അതേപോലെ തന്നെ നമ്മുടെ വിളക്ക്, കിണ്ടി, അതേപോലെ കുപ്പി, എണ്ണ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ച് അതൊന്ന് തുടച്ചിട്ട് നമ്മളിതാ ഇവിടെ ഫ്രണ്ടിൽ കൂടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടേബിൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കാരണം കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ടല്ലോ. അപ്പോൾ 2 ടേബിളും കൂടെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുകളിൽ, അതായത് ഫസ്റ്റ് കുറച്ച് ഹൈറ്റുള്ള ടേബിൾ ഇട്ടിട്ട് അടിയിൽ മറ്റേ ഒരു ടേബിളും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം കിച്ചണിൽ വന്നപ്പോൾ അത് ആ ഗ്രീഷ്മ ഗംഭീര ചായ കുടിയിലാണ്. അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് തന്നെ വന്നത് നമ്മുടെ വല്യമ്മ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആദ്യം എപ്പോഴും വരിക വല്യമ്മ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ വല്യമ്മ വന്നു. ഗ്രീഷ്മയുടെ പുറപ്പെടലൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് ആ സാരി കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി മുടി കെട്ടാനും മേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മമ്മി നല്ല സുന്ദരി കുട്ടിയായി വന്നിട്ട് റെഡി ആയിട്ട് ആ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മമ്മ ചായ കുടിക്കായിരുന്നു. അപ്പം ഞാനും കൂടെ ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. അപ്പോൾ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനി ചായ കുടി കഴിഞ്ഞിട്ട് വേണം പുറപ്പെടുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പിന്നെ വല്യമ്മയും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വല്യമ്മയും ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വല്യമ്മയും ഞാനും അമ്മയും അമ്മമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ. പിന്നെ അച്ഛനും ഗ്രീഷ്മയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദിക്കും നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ എണീറ്റ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആകെ തിരക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും സാരി കൊടുത്തിട്ട് കണ്ണെഴുതുക, അങ്ങനത്തെ ചെറിയ ചെറിയ മേക്കപ്പുകളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനത് എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതാ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീഷ്മയ്ക്ക് മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുത്തപ്പോൾ അവളുടെ ലുക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുറപ്പാട് കഴിഞ്ഞ് മുടി കെട്ടാനും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ വീട്ടിൽ പണി നടക്കണോണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ആ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വിളക്ക്, അതുപോലെ തളിക, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെക്കണമല്ലോ. അപ്പോൾ അമ്മ അതൊക്കെ ഒന്ന് കൊടുന്ന് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എല്ലാവരും വരുമല്ലോ. അപ്പോൾ അപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കാൻ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു വെയിലുള്ള നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ ഞാനിതാ മുടി കെട്ടി നല്ല സുന്ദരിയായിട്ട് ഞാനും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരും വരുമ്പോഴത്തേനും നമ്മുടെ പുറപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ വരണത് ആദ്യമായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ആ തളിക്കൊക്കെ വെച്ചിട്ട് അതിലേക്ക് വളയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കറുത്ത വളല്ലേ, ബ്ലാക്ക് കുപ്പി വളയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ശുഭകാര്യത്തിന് അത് അത്ര നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ അത് വെച്ചില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ വളകളും കൂടി ഞാനും അമ്മയും കൂടെ എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ, ചന്ദനം, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സും അതേപോലെ സീഡ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അത് എല്ലാവരും വന്നതിൻ്റെ ശേഷം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉറുമ്പും കാര്യങ്ങളും വരും, പിന്നെ മക്കൾ അങ്ങനെ ഓടി കളിക്കുമ്പോൾ അതൊക്കെ എടുത്ത് ബുദ്ധിമുട്ടാവില്ലേ വെച്ചിട്ട്. അപ്പോൾ അത് ലാസ്റ്റ് വെക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഗ്രീഷ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവളേനായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇതാ നല്ല കുട്ടിയായിട്ട് ഉമ്മർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ നിന്ന് ആക്കിക്കാവുന്ന അമ്മയും പിന്നെ എൻ്റെ നാത്തൂനും പിന്നെ മോളും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സൊന്നും കിട്ടിയില്ല, അത് കാരണം ലേറ്റായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ എന്തോ അവർ വന്നപ്പോഴത്തേനൊന്നും ഗ്രീഷ്മയുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫംഗ്ഷൻ ഒരുപാട് പേരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ. അങ്ങനെ എല്ലാവരും വന്നവരൊക്കെ വെള്ളമൊക്കെ കുടിച്ചതായിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലീഷ്മി ആദ്യം കൂടി ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേരെന്നെ കേട്ടോ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ശ്രീജിത്തിൻ്റെ അമ്മ, പിന്നെ അതേപോലെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ ഇത്ര ദൂരം ഒന്നും ഇരിക്കാനൊന്നും വയ്യ. അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് ലോങ് ആണല്ലോ വീട് വരണത്, വടക്കാഞ്ചേരിയല്ലേ വീട് വരണത്. പിന്നെ നമ്മുടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ. അപ്പോൾ ആളും പ്രഗ്നൻ്റ് തന്നെയാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ ഒപ്പാട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മേമ്മയുടെ മോള്, അതേപോലെ തന്നെ മോളുടെ ഹസ്ബൻഡ് അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മേമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ എടുത്ത വീഡിയോയിൽ. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാവരും പാടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചടങ്ങ് തുടങ്ങാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 11:30 വരെയൊക്കെ ആയിരുന്നു ഈ ഒരു ചടങ്ങിൻ്റെ ഒരു ടൈമിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർക്കണമല്ലോ. 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛൻ്റെ പെങ്ങളുടെ മോള് വരണത്. പിന്നെ മോളുടെ കുട്ടിയാണ് കേട്ടോ വരണത്, മോൻ. പിന്നെ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ചേച്ചിക്കും 7th month ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അവർ വന്നതിൻ്റെ ശേഷമായിട്ട് അമ്മു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അമ്മു ചേച്ചി ജോലി സ്ഥലത്ത് നിന്ന് അങ്ങനെ വരികയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും എത്തി. എല്ലാവരും ഇനി ചടങ്ങിനായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും കൊടുന്ന് വെച്ച് അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് അറിയണ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് ചടങ്ങാണ് കേട്ടോ ഇത്. ഇനി ചിലവരൊക്കെ ഞാനിങ്ങനെ റീൽസൊക്കെ കണ്ടിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് സാധനങ്ങളെല്ലാതും. പിന്നെ ഫസ്റ്റ് തന്നെ ശ്രീജിത്തിൻ്റെ അമ്മ, അതായത് ഗ്രീഷ്മയുടെ ഹസ്ബൻഡിൻ്റെ വരട്ടെ ശ്രീജിത്ത് എന്ന് നിങ്ങൾ കണ്ണെണ്ണ വിളിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ ചടങ്ങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മഞ്ഞളും അതുപോലെ ചന്ദനമൊക്കെ തൊട്ടുകൊടുത്ത് സിന്ദൂരമൊക്കെ തൊട്ടുകൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്വീറ്റ്സ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. അങ്ങനെ കേട്ടോ എല്ലാവരും ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഇപ്പോഴാണല്ലോ ഇത് ട്രെൻഡിങ്ങിൽ വരുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ വളക്കാപ്പും കാര്യങ്ങളൊക്കെ. അതൊരു നമുക്കൊരു സന്തോഷം. പിന്നെ എല്ലാവരും കൂടിയുള്ള ഒരു ഒത്തുകൂടൽ. അല്ലെങ്കിലും നമ്മൾ 9ാം മാസത്തിൽ ഇങ്ങനെ ഒരു വയറ് കാണൽ ചടങ്ങ് എന്നൊക്കെ രീതിക്ക് നടത്താറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ 7ാം മാസത്തിൽ അങ്ങോട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ 9ാം മാസത്തിൽ അവരിങ്ങോട്ട് വന്നിട്ട് വയറ് കാണുക. അത് കുറച്ച് 9 കൂട്ടം മധുര പലഹാരങ്ങളായിട്ട് വരിക. അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 7 കൂട്ടം മധുര പലഹാരങ്ങളായിട്ട് പോവുക. അങ്ങനെയൊക്കെയുള്ളൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമ്മളിങ്ങനെ വളക്കാപ്പായിട്ടൊന്നും ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്, പ്രത്യേകിച്ച് അമ്മമ്മയ്ക്കൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉമ്മറത്തിരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അടുക്കളയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാങ്ങായിട്ട് എല്ലാവരും ഓരോ റൂമിലും ഹാളിലൊക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഷെഡിലാട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അടയ്ക്കൊക്കെ പറക്കുന്ന ഷെഡുണ്ടല്ലോ, അവിടെയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വന്നപ്പോൾ. പിന്നെ ഫുഡ് വന്നപ്പോൾ അച്ഛനും മണിമാമിയും മാമനും എല്ലാവരും പാടത്ത് ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ സദ്യ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, ഓലൻ, കാളൻ, പുളിയിഞ്ചി, തൈര്, അങ്ങനെ എല്ലാം, രസം, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നാടൻ സദ്യ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പായസം, പാലടയായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സൈഡായിട്ട് ഫുള്ള് വെജല്ലേ, അപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു നോൺ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല ചിക്കൻ റോസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അവിടെ നിന്ന് വന്നവരെല്ലാവരും പാടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അമ്മയും മേമയും അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം അവരെ വണ്ടി വെയിറ്റിംഗ് ആണല്ലോ, അപ്പോൾ അധികം വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാട്ടോ ഫസ്റ്റ് ട്രിപ്പിന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രീഷ്മി അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ 12:30 ആയല്ലോ, അവൾക്കും വിശപ്പൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ കഴിച്ചതല്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ, അപ്പോൾ വിശക്കുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചേച്ചിയുടെ ഉണ്ണിയുള്ള കാരണം ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ ഉണ്ണീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് അങ്ങനെ പരിചയക്കേടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അമ്മേനായിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ വായിൽ പപ്പടമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ആൾ അത്രയും കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ട്രിപ്പിന് ബാക്കി എല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ. അമ്മയും പിന്നെ ചേച്ചിയും പിന്നെ അതേപോലെ അമ്മമ്മ, വലിയമ്മ, അമ്മായി, അങ്ങനെ ബാക്കി എല്ലാവരും അടുത്ത ട്രിപ്പിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3 ട്രിപ്പിന് കഴിക്കാനുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റ് ട്രിപ്പിനാണ് ഞാനും അമ്മയും അച്ഛനും അതേപോലെ തന്നെ മാമിയും മണിമാമ, അങ്ങനെ ആണുങ്ങളും എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ട്രിപ്പിനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലാസ്റ്റ് ട്രിപ്പാണല്ലോ, നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കഴിക്കലും കൂടി കഴിഞ്ഞപ്പോൾ അത് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങുന്നുണ്ട്.
അങ്ങനെ അതാ വളരെ വേഗത്തിൽ ആ ഒരു ചടങ്ങും കൂടെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല, ചടങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ഒരു ചടങ്ങ് ചെയ്യണത്, എന്നാലും വിചാരിച്ചതിനേക്കാളും കെങ്കേം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് അധികം സമയമൊന്നുമില്ല കേട്ടോ, പ്രസവത്തിനൊന്നും അധികം സമയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പറയുമായിരുന്നു എല്ലാവരും. ഇനിയിപ്പോൾ ഉണ്ണിയൊക്കെ ഉണ്ടായിട്ടാണല്ലോ എല്ലാവരും വരിക. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാത്ര അയക്കാൻ വേണ്ടി ഗ്രീഷ്മയും കൂടെ അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ദിവസം കൂടെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ പറയണ പോലെ തന്നെ കേട്ടോ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം നമ്മുടെ വീട്ടിൽ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.